വയനാട് മൂടക്കൊല്ലിയിൽ കാട്ടാനയാക്രമണത്തിൽ യുവാവിന് പരിക്ക്. മുത്തിലെ സ്വദേശി അഭിലാഷിനാണ് പരിക്കേറ്റത്. തൊടുപുഴ കലൂരിലും എറണാകുളം ജില്ലയിൽ രണ്ടിടങ്ങളിലും ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. മൂടക്കൊല്ലിയിൽ ഇന്നലെ രാത്രി 9:30 ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന മുത്തിമല അഭിലാഷിനെയാണ് കാട്ടാന ആക്രമിച്ചത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും തകർത്തു. ഇരു കൈക്കും കാൽമുട്ടിനും അരക്കെട്ടിനും പരിക്ക് പറ്റിയ അഭിലാഷിനെ ബത്തേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് തൊട്ടടുത്തു തന്നെയുള്ള നെടിയാങ്കൽ ബിനുവിന്റെ ഓട്ടോയും തകർത്തു. മാസങ്ങളായി മൂടക്കൊല്ലി പ്രദേശത്ത് കാട്ടാനശല്യം അതിരൂക്ഷമാണ്. അതിനിടെ മേപ്പാടി പാറക്കം വയലിലും കാട്ടാനയിറങ്ങി. തൊടുപുഴ കലൂരിൽ പുലർച്ചെ 6:30 വനമേഖലയിൽ നിന്ന് ഏറെ അകലെയുള്ള പ്രദേശത്തെ കൃഷിയിടത്തിലേക്ക് കാട്ടാനകൾ എത്തിയത്. ആദ്യമായാണ് ഇവിടെ കാട്ടാനകൾ എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ആനകൾ മുള്ളങ്ങാട് വനമേഖലയിൽ നിന്ന് എത്തിയതാകാമെന്നാണ് കരുതുന്നത്. വനമേഖലയിൽ നിന്ന് അകലെയുള്ള പ്രദേശത്ത് കാട്ടാനകൾ എത്തപ്പെട്ടതിൽ വനംവകുപ്പിനും ആശങ്കയുണ്ട്. സമീപത്തെങ്ങും വനമേഖലയില്ലാത്തത് ആനകളെ തുരത്തുന്നത് ദുഷ്കരമാകും. എറണാകുളം പൈങ്കട്ടൂരിലും പെരുമ്പാവൂർ മുനിപ്പാറയിലും ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കോതമംഗലം പൈക്കട്ടൂർ പഞ്ചായത്തിലെ കടവൂർ ഭാഗത്ത് ഇന്ന് പുലർച്ചെ 2 കൊമ്പന്മാരെത്തി. ജോസഫ് എന്നയാളുടെ വീട്ടുമുറ്റത്തെത്തിയ കൊമ്പന്മാർ ഏറെ നേരം ഭീതി പരത്തി. പനങ്കര ഭാഗത്തേക്ക് നീങ്ങിയ ആനകളെ വനംവകുപ്പ് അധികൃതരും നാട്ടുകാരും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കാട്ടിലേക്ക് കയറ്റിവിട്ടത്. പെരുമ്പാവൂർ വേങ്ങൂരിൽ മുനിപ്പാറയിലും ആനക്കൂട്ടം എത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.